ഞങ്ങൾ നിലമ്പൂരിൽ എം സ്വരാജിനായി മുറവിളി കൂട്ടിയവർ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ കിടന്നുരുളുന്നത് നാം കണ്ടതാണ്. ഇത് നിവർത്തികേട് കൊണ്ട് മത്സരിപ്പിക്കുന്നതാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയായത് നിവൃത്തികേട് കൊണ്ടാണ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തന്നെ അതിന് ഉദാഹരണം. എന്തിനാണ് സ്വരാജിനെ പ്രതിപക്ഷം ഇത്ര ഭയപ്പെടുന്നത്? ഈ വീഡിയോ കണ്ടു നോക്കൂ. ബഹുമാന്യനായ പ്രമേയ അവതാരകൻ മുൻ UDF ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലെ നടപടികളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് വെറും കൊള്ളയല്ല, തീവെട്ടി കൊള്ള, അതായിരുന്നു വാക്ക്. പക്ഷേ ഈ അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പോലും LDF ഗവൺമെന്റിനെതിരെ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല. ബഹുമാന്യനായ പറവൂർ അംഗത്തിന് അറിയാം, LDF UDF-നെ പോലെയല്ല. തീവട്ടിക്കൊള്ള എന്ന വാക്ക് UDF-നെ ചേരൂ, LDF-ന് ചേരില്ല. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് അത്തരം UDF-ന് ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ ഞങ്ങളുടെ നേരെ ഉപയോഗിക്കാത്തതിൽ അങ്ങയോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, UDF ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അങ്ങ് മന്ത്രിയാവുന്നതിന് മുൻപ് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ കേരള സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വാചകമുണ്ട്. അതിങ്ങനെയായിരുന്നു: കേരള സംസ്ഥാനത്ത് നിന്ന് അഴിമതി കൊടികുത്തി വാഴുന്നു. ഈ കോവിഡ് കാലത്ത് ദിവസം 3 നേരം വാർത്താ സമ്മേളനം നടത്തിയിട്ടും ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിട്ടും ഈ ഗവൺമെന്റിനെതിരെ അങ്ങനെ ഒരു വാചകം അങ്ങ് ഉപയോഗിച്ചില്ല. അങ്ങേക്കറിയാം, UDF ഗവൺമെന്റിന്റെ കാലത്തേതുപോലെ അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു ഘട്ടമല്ല ഇത്. അത് പറയാൻ പാടില്ല എന്ന് അങ്ങേക്കറിയാം. അങ്ങനെ ഉപയോഗിക്കാതിരുന്നതിന് അങ്ങയോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. KPCC-യുടെ മുൻ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ VM സുധീരൻ ആ കാലത്ത് മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞൊരു വാചകമുണ്ട്. അതിങ്ങനെയായിരുന്നു: കേരളം മാഫിയ രാജിലേക്ക് പോകുന്നു. അദ്ദേഹം ഇപ്പൊ ഒരുപാട് വിമർശനം ഉയർത്തുന്നുവെങ്കിലും ഈ വാചകം ഉപയോഗിച്ചിട്ടില്ല. LDF-ഉം UDF-ഉം രണ്ടും രണ്ടാണെന്നും നിങ്ങളുടെ കാലത്ത് നിങ്ങൾ തന്നെ ഉയർത്തിയ വിശേഷണങ്ങൾ ഈ ഗവൺമെന്റിന് ചേരില്ലെന്നും തിരിച്ചറിയുന്ന നിങ്ങളോടുള്ള നന്ദി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം ഉപയോഗപ്പെടുത്തുന്നത്. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ? ഓർക്കുന്നില്ലേ? 2013 സെപ്റ്റംബർ മാസം 7-ാം തീയതി DGP ആയിരുന്ന ബാലസുബ്രഹ്മണ്യം ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിലെ വാചകം എന്തായിരുന്നു? മന്ത്രിമാരുടെ ഓഫീസുകൾ കുറ്റവാളികളുടെ താവളമായി മാറുന്നു എന്നായിരുന്നു. ഈ ഗവൺമെന്റിനെ കുറിച്ചല്ല, നിങ്ങളുടെ ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങളുടെ DGP തന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ സോളാർ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചൂണ്ടി പറഞ്ഞത് എന്താണ്? കുറ്റവാളികളുടെ താവളമായി മാറിയോ ഈ ഓഫീസ് എന്നാണ് ചോദിച്ചത്. കടകംപള്ളി ഭൂമി ഇടപാടിൽ വിവാദ പുരുഷനായി മാറിയ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചൂണ്ടി എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്. ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്, നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഞങ്ങൾ ഇതൊന്നും വലിച്ചു പുറത്തിടാൻ ആഗ്രഹിച്ചതല്ല. നിങ്ങളായി ഒരു അവസരം ഉണ്ടാക്കി തന്നു, അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. വഴിയെ പോയവൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന് നിരങ്ങിയ കാലം